2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ബെൻസിയുടെ മംഗളവാർത്ത മുതൽ ഉയിർപ്പ് വരെ ചിത്രപ്രദർശനം ഞായറാഴ്ച തുടങ്ങും. ബെൻസിയുടെ മംഗളവാർത്ത മുതൽ ഉയിർപ്പ് വരെ പെയിന്റിംഗ് എക്സിബിഷൻ കണ്ണമാലി പാരിഷാളിൽ നടക്കും. ഡിസംബർ 15, 16 തീയതികളിലായാണ് പ്രദർശനം ഒരുക്കുന്നതെന്ന് KJ മാക്സി MLA, ബെൻസി എന്നിവർ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി. 15 ആർട്ടിസ്റ്റ് ബെൻസി ആന്റണിയുടെ ബൈബിൾ ആർട്ടിന്റെ പ്രദർശനമാണ് കണ്ണമാലി പള്ളിയുടെ വൈക്കത്ത് നടക്കുന്നത്. ഇതാദ്യം ചെയ്തത് വല്ലാർപാടത്തായിരുന്നു. വല്ലാർപാടത്തിൽ ചെയ്യുമ്പോൾ ആ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തതാണ്. അന്ന് ഇന്നത്തെ സഹമത്ര ആന്റണി വാലങ്കിലാണ് അന്ന് അത് ഉദ്ഘാടനം ചെയ്തത്. അവിടെ 4 ദിവസമാണ് അന്ന് പ്രദർശിപ്പിച്ചത്. അതിനുശേഷം ഇത്തരം ആർട്ട്, ഇപ്പൊ മംഗളവാർത്ത എന്ന് പറയുന്നത് മാതാവ് ഗർഭം ധരിച്ചു വരും മാലാഖ എന്ന് പറയുക. അവിടെ മുതൽ യേശുവിന്റെ ഉയർപ്പ് വരെയുള്ള ചിത്രങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ബെൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങളോട് ബന്ധപ്പെട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കല് MLA ആർട്ട് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ഒരു 10-20 സ്ത്രീകളെ വെച്ചുകൊണ്ടൊരു ശ്രമം ഉണ്ടായി. അതിന്റെ കോർഡിനേറ്റർ ബെൻസി ആന്റണിയാണ്. ബെൻസി ആന്റണിയാണ് അന്ന് ആ സ്ത്രീകളൊക്കെ സംഘടിപ്പിച്ചത്. അത് ഞങ്ങൾ ഈ രംഗത്ത് ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർക്ക് ക്യാൻവാസ് മേടിക്കാനും വരക്കാനുള്ള പൈസ ഒക്കെ കൊടുത്ത് അവർ അത് പ്രദർശിപ്പിക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്ത് അന്ന് അത് പ്രദർശിച്ചപ്പോൾ പ്രദർശനം വികാരി ഫാദർ ജോപ്പൻ അഡീശ്ശേരി ഉദ്ഘാടനം ചെയ്യും. KJ മാക്സി MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഫാത്തിമ ആശുപത്രി ഡയറക്ടർ ഫാദർ സിജു ജോസഫ് പാലിയത്തറ ആശംസകൾ അർപ്പിക്കും. പ്രദർശനം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 8 മണി വരെ തുടരും. മംഗളവാർത്ത മുതൽ ഉയിർപ്പ് വരെ എന്ന പെയിന്റിംഗ് എക്സിബിഷൻ കഴിഞ്ഞ മാർച്ചിൽ വല്ലാർപാടം ലേഡി ഓഫ് റാൻസം ബസിലിക്കയിൽ നടത്തിയിരുന്നു. 15 വർഷം മുമ്പ് ഗുഡ്നസ് TVയുടെ അജി വർക്കല ഡയറക്ടറായ സസ്റ്റേം എന്ന പ്രോഗ്രാം ചെയ്യാൻ ബെൻസിക്ക് അവസരം ലഭിച്ചിരുന്നു. അതിനുശേഷം ഗുഡ്നസ് TVയുടെ തന്നെ വരയിലേക്കുള്ള വഴി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരവും ഉണ്ടായി. ഷയാൽ ജോസഫ് ഡയറക്ടറായിരുന്ന പ്രോഗ്രാമിന് വേണ്ടി 25 ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളാണ് ബെൻസി വരച്ചത്. പെയിന്റിംഗ് പിന്നീട് എറണാകുളം ദർബാർ ഹാൾ ആർട്ട് ഗാലറിയിൽ പ്രദർശനത്തിന് വെച്ചിരുന്നു. എക്സിബിഷനിൽ കുറെ ചിത്രങ്ങൾ വിൽപ്പനയായി. ആ തുക മുഖ്യമന്ത്രിയുടെ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി നൽകി ബെൻസി മാതൃകയായിരുന്നു. ഇപ്പോൾ 17ഓളം ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്ന പള്ളുരുത്തി സ്വദേശിനിയാണ് ബെൻസി. നിരവധി എക്സിബിഷനുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 10 വർഷം മുന്നേ തന്നെ എക്സിബിഷനുകൾ ചെയ്യുമായിരുന്നു. ഒരുപാട് സ്ഥലത്ത് സോളോ ചെയ്തിട്ടുണ്ട്, പിന്നെ ഗ്രൂപ്പുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ബൈബിൾ ആർട്ട് പിന്നെ സോളോ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യമാണ് വല്ലാർപാടം ചർച്ചിലാണ് എക്സിബിഷൻ ചെയ്യുന്നത്. മീഡിയം അക്രിലിക് അതിൽ കുറച്ച് ബ്രൈറ്റ് ആയിട്ടിരിക്കും. അതെ അതെ. ഓയിൽ എന്ന് വെച്ചാൽ ഇത്തിരി തണുപ്പ് വരുമ്പം മഞ്ഞ്, വൈറസ്, ഫംഗസ് ഒക്കെ ഒന്ന് മഞ്ഞ് കുറയുന്നു. പിന്നെ ഇത് എന്നും ഇങ്ങനെ ഇരിക്കും. എന്റെ കാലം കഴിഞ്ഞാൽ ചെറിയ കുട്ടിയായിരിക്കും വരയ്ക്കുന്നതാണ്. പക്ഷെ വീട്ടിൽ നിന്ന് അത്ര സപ്പോർട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാല് പഠിക്കൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ് പിന്നെയും കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത്. വരയ്ക്കാൻ തുടങ്ങി. അപ്പൊ കർത്താവിന്റെ പടങ്ങൾ വരയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് ഇഷ്ടത്തോടു കൂടിയായിരുന്നു കർത്താവിന്റെ എല്ലാം ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ കർത്താവിന്റെ പടങ്ങൾ താല്പര്യമായിരുന്നു. ആ സമയത്തുള്ള ആഗ്രഹമായിരുന്നു ഒരു ബൈബിൾ ആർട്ട് എക്സിബിഷൻ ചെയ്യണം എന്നുള്ളത്. കാരണം ഇതുവരെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പൊ ആദ്യത്തെ എക്സിബിഷൻ തന്നെ ഭയങ്കര സക്സസ് ആയിരുന്നു. ആളുകൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറുപ്പം മുതൽ വരയ്ക്കുവാനുള്ള കഴിവ് തനിക്കുണ്ടായിരുന്നുവെന്നും താൻ കാണുന്ന പ്രകൃതിയെ ബ്രഷിലൂടെയും ചായത്തിലൂടെയും പകർത്തുവാൻ ശ്രമിച്ചിരുന്നുവെന്നും അതിന് എൻ്റെ മാതാപിതാക്കളും വിവാഹശേഷം ഭർത്താവ് ആന്റണിയും നൽകിയ പ്രോത്സാഹനം മൂലം വളരെയേറെ ചിത്രങ്ങൾ വരച്ചുവെന്നും അതിൽ കൂടുതലും താനേറെ ഇഷ്ടപ്പെടുന്ന കർത്താവിൻ്റെ ചിത്രങ്ങളാണെന്നും ബെൻസി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.